എന്ന് പറയും നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരുടെ അടുത്തു നിന്ന് എടുക്കുന്ന സാധനം ഫൈനൽ എന്ത് നമ്മൾ തീരുമാനിക്കുന്നു. അവിടെ പാളിപ്പോയാലാണ് പാളിച്ച സംഭവിക്കുന്നത്. എല്ലായിടത്തു നിന്നും കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇത് ചിലപ്പോൾ വിഷ്ണു പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ ക്യാമറാമാൻ പറയുന്ന സുഹിത്ത് പറയുന്ന സാധനത്തിൽ നിന്ന് കിട്ടും, ആകാശ് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മറ്റേ ADs ലാസ്റ്റ് AD ആയിരിക്കും അവൻ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇതിനകത്ത് കൊള്ളുന്ന ലാസ്റ്റ് AD ആണ് ഈ പടത്തിന് ടൈറ്റിൽ ഇട്ടത്, മാജിക് മഷ്റൂംസ് എന്ന് പറയുന്നത്. അവനാണ് ഈ പടത്തിന് ടൈറ്റിൽ അവൻ പറഞ്ഞ പേരാണ് മാജിക് മഷ്റൂംസ് എന്ന്, ലാസ്റ്റ് AD ആണത്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഇതെന്ന് പറയുന്നത് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്കുള്ള ടൈറ്റിലാണ് കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അതിന് നമുക്ക് ഈഗോ ഇല്ലാതെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ്. അത് ഇത് മതി എന്ന് പറയുന്നിടത്താണ് അതിന് തീരുമാനം വരുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റ് നന്നാവാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ നല്ല ഇൻപുട്സും സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞൊരു ബോർഡുമായിട്ടാണ് എനിക്ക് ഇരിക്കുന്നത്. ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ. ഈഗോ അല്ല, ഇത് ഏത് കലാരൂപമാണെങ്കിലും അതിനൊരു പ്രത്യേകിച്ച് സിനിമ മ്യൂസിക് ഫീൽഡിലാണെങ്കിലും പാട്ടുകാരൻ്റെ ഒരു പാട്ട് ചെയ്യുമ്പോൾ പാട്ടുകാരൻ്റെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ നമ്മളൊരു നല്ല പാട്ടുകാരനെ കൊണ്ട് പാടിക്കുമ്പോൾ അവനിടുന്ന സംഗതികൾ അല്ലെങ്കിൽ അവന് അത് വേറെ വിധത്തിൽ പാടാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ പടത്തിൽ ശങ്കർ മഹാദേവൻ സാറ്, ചിത്ര ചേച്ചി ഒക്കെ പാടിയിട്ടുണ്ട്, ശ്രേയ ഘോഷൽ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്യൂണിൽ നിന്ന് അവരുടെ ഒരു ഇമ്പ്രവൈസേഷൻ ഉണ്ട്. ആ ഇമ്പ്രവൈസേഷൻ ഞാൻ പറയും, സാർ അത് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് തരൂ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടുന്നത് മച്ചാനെ തപ്പടിക്കട് മിന്നിക്കും കാലം വന്നാൽ അങ്ങനെ പാടിയിട്ട് നെക്സ്റ്റ് ട്രാക്ക് മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്ത് മായ നക്ഷത്രക്കാവിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി മാറി പാടിയിടും. നമ്മളതിൽ നിന്ന് പിക്ക് ചെയ്താണ്. നമ്മൾ സാധാരണ മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായ നക്ഷത്രക്കാവിൽ മിന്നാമടാ എന്ന് പറഞ്ഞ കാര്യം പുള്ളി അത് നീലാകാശത്തെ മായ നക്ഷത്ര ഒരു ബെൻഡ് പുള്ളി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് കൊള്ളാല എന്ന് പറയും. അത് എല്ലാവിടെ നിന്നും കിട്ടും. നല്ല അതിന് നമുക്ക് ഡെഡിക്കേഷൻ വേണം, പിന്നെ പാടുന്നവന് ആത്മാർത്ഥത വേണം. വരുന്നവർ എന്തെങ്കിലും പാടിയിട്ട് കാശ് മേടിച്ച് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ട് അഭിനയിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ഒരു ധാരണ അല്ലെങ്കിൽ എന്താ സാറേ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അവിടെ ഇരിക്കണോ? ഇരിക്കുന്നതിനിടയിൽ ആക്ടർ ചിലപ്പോൾ അയാൾ അവിടെ വന്നിട്ട് ഒരു ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് ചിലപ്പോൾ പിന്നെ അവിടെ ചിലപ്പോൾ ഒരു തെന്നലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ സീനിന് ഭയങ്കരമായിട്ട് വർക്കാവും. അതൊന്നും ഇല്ലാണ്ട് നിങ്ങളവിടെ നിന്ന് നടന്നു വന്നിട്ട് അവിടെ കസേരയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്ന സ്ഥലത്ത് പുള്ളി ശരി ആക്ഷൻ എന്ന് പറയുമ്പോൾ നടന്നു വന്ന് കസേരയിൽ ഇരുന്ന് പുള്ളി പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇത്ര ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലൊക്കെ വന്ന് എല്ലാം ജോലി തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൽ രണ്ടുപേർക്കും ഗുണം കിട്ടില്ല. ഈ ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അമർ അക്ബർ ആൻ്റണി ആണെന്നെങ്കിലും ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇതാണെന്നുണ്ടെങ്കിലും വിഷ്ണു കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു മാനറിസോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കൊടുത്ത ഒരു സീൻ ഇത് നമുക്ക് കാണുന്നതേ ഉള്ളൂ. ഇത് ഇറങ്ങിയ 2 സിനിമകളിൽ നമുക്കൊരു ഓർത്തിരിക്കാൻ പറ്റുന്നൊരു സീൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു? അല്ല, അതിലൊക്കെ ഞങ്ങൾ എഴുതുമ്പോൾ തന്നെ ചെയ്തു നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയാണ്? ഇപ്പോൾ ഞാനാണെങ്കിലും ബിബിനാണെങ്കിലും ബേസിക്കലി ആക്ടേഴ്സ് ആവാൻ വേണ്ടി തൊട്ടാണ് എഴുതിയത് പോലും. അപ്പോൾ ഈ ഓരോ സീനും എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ സീനല്ല ഒരിക്കലും ഫൈനൽ സ്ക്രിപ്റ്റിലുള്ളത്. അത് നമ്മൾ പറഞ്ഞു നോക്കി ചെയ്തു നോക്കി അത് പിന്നെ ആക്ടർ മാറി ഇന്ന ആളെ വെച്ച് ചെയ്യിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അയാളുടെ ഒരു മീറ്ററിലേക്ക് ഞങ്ങൾ പിന്നെയും അതിനൊന്ന് ട്യൂൺ ചെയ്ത് അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി ആ ഫൈൻ ട്യൂണായ സ്ക്രിപ്റ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൊക്കേഷനിൽ വന്ന ഇംപ്രവൈസേഷൻസ് ആക്ച്വലി ആ 2 സിനിമയിലും വളരെ കുറവാണ്. കുഞ്ഞു ചെറിയ അഡീഷൻസൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതെ, ചെറിയ അതെല്ലാ സിനിമകളിലും സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമകളിലും അതിപ്പോൾ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു ഇംപ്രവൈസേഷനും ഇല്ലാണ്ട് അത് തന്നെ ചെയ്തു വയ്ക്കുന്ന പരിപാടിയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളിൽ കൂട്ടായ്മയാണ്. അവിടെ സ്പോട്ടിൽ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ഞങ്ങൾ പറയട്ടെ, ഒരു ലൊക്കേഷൻ കണ്ട് ഒരു ഉത്സവം, മറ്റേ ആരാണേ ആരാണേ അമ്പിളിപ്പുങ്കടവിൽ ആ പാട്ടിൻ്റെ സെറ്റ്
ഒരു 10-35 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഉത്സവം സെറ്റ് ഇട്ട് ഫുൾ ഒരു അമ്പലം അങ്ങനെ തന്നെ എവിടെ ഇരുന്നിട്ട് ഇരാറ്റുപേട്ടയിൽ ആ അവിടെ ഒരു ഈ വലിയ ക്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കി ആ വഴിയിൽ ടാർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ സാധനം അങ്ങോട്ട് ക്രെയിൻ കയറ്റിയത് നമുക്കിത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് മഴ പെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ മൊത്തം സെറ്റപ്പ് പൊളിച്ചുകൊണ്ട് വന്നിട്ട് മഴയില്ലാത്ത സ്ഥലം എവിടെയെന്ന് തപ്പി നമ്മളിങ്ങനെ പോയിട്ട് ഇപ്പോൾ പാലക്കാട് ഏരിയയിലാണെങ്കിൽ മഴ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നു. അവിടെ വന്നിട്ട് നമ്മൾ അവിടെ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റേ ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ കാണുന്നത് മറ്റത് ട്യൂൺഡായാണ്. നമ്മൾ ഇന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തെല്ലാം ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നിന്ന് പൊളിച്ച് ഇപ്പുറത്ത് വന്ന് ഇങ്ങനൊരു ലൊക്കേഷൻ കണ്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചനയും. അപ്പോൾ മൊത്തം ഇത് മാറ്റല്ലേ. അപ്പോൾ അവിടെ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ നിന്നുള്ള തീരുമാനമാണ്. അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്പേസ് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ കൺസ്ട്രക്ഷൻ മാറും. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെയാണെങ്കിൽ റിഹേഴ്സൽ ഹാൾ ഇത് ഇങ്ങനെയൊക്കെ മൊത്തം മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മൾ പൊളിച്ച് വേറെ ഇത് വേറെ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഈ നാദർഷയിലെ ഒരു ഡയറക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു, അത് വായിച്ച് നമ്മളിപ്പോൾ ലൊക്കേഷൻ കാണുന്നു, ലൊക്കേഷൻ കണ്ടിട്ട് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റുകളിലേക്ക് ഷോട്ടുകൾ മനസ്സിൽ കൊണ്ടു നടന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണോ, അതെയോ രാവിലെ എഴുന്നേറ്റ് അവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം കിട്ടുന്ന ആ ഒരു ഷോട്ട്സ് ആണോ കമ്പോസ് ചെയ്യുന്നത്, എങ്ങനെയാണോ അത് ശരിക്കും? അങ്ങനെ ലൊക്കേഷൻ ആദ്യം നമ്മൾ പോയി കാണുമല്ലോ. കാണുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബസ് വരുന്നു, ആ ബസ് ഇങ്ങനെ കയറ്റം കയറി ഇവിടെ എന്നിട്ട് ആ ബസ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാണുമ്പോൾ ക്യാമറാനും മറ്റേ റൈറ്ററും ആർട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ആ ബസ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ വയ്ക്കാം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അത് നമ്മുടെ മനസ്സിലൊരു റൂട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ രാവിലെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ അപ്പോൾ അവിടെ സാറേ അവിടെ പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടായിരിക്കും വരുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ വേറെ ഏത് വഴിയാണ് എന്നാൽ പിന്നെ ഇപ്പുറത്തെ കയറ്റം പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ അങ്ങനെ വല്ല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പിന്നെ ഷോർട്ട് ഡിവിഷനൊക്കെ അപ്പോഴേ ചെയ്യുള്ളൂ. കാരണം ഇമ്പ്രവൈസ് ചെയ്ത് പോകുമ്പോൾ ആക്ടർ വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ഇവിടെ ക്യാമറ വെക്കാം, ഇവിടെ ക്യാമറ വെച്ചിട്ട് അത് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിയുടെ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഇവിടുന്ന് സാക്ഷൻ ആ പരിപാടി ഇല്ല. ഷൂട്ട് ചെയ്ത് കയറി പോകുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒരു പരിപാടി അതങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ ഫ്രീ ആക്കാൻ പറ്റും. ചട്ടക്കൂടലായി പോകും. അവരെന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം വെറുതെ നോക്കിന്ന് കാണും. നിങ്ങളെന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്യാമറയും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റപ്പ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ബേസ് ലൈറ്റ് വെച്ചിട്ട് എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോണത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് ആർട്ടിസ്റ്റ് വരുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. മറ്റേ ക്യാരക്ടർ ഇവിടെ നിന്ന് വാതിൽ തുറന്ന് ഇവിടെ വരുമ്പോൾ അപ്പോൾ അവിടെ ഇരിക്കും മറ്റവനിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും എഡീസ് വെച്ചിട്ട് നമ്മളൊരു റൂട്ട് ഉണ്ടാക്കും. മറ്റേ ക്യാരക്ടർ ഇവിടെ ഇരിക്കും, അശോക് ചേട്ടൻ ഇവിടെ ഇരിക്കും, വിഷ്ണു അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് നിൽക്കുന്നത് മറ്റേ പോലെ അങ്ങനെ ഒരു കോറിയോഗ്രാഫി സെറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ലൈറ്റപ്പ് ചെയ്യുന്നത്. തലേ ദിവസം ചില മെയിൻ സീനൊക്കെ തലേ ദിവസമേ പ്ലാൻ ചെയ്യും. ഇതേപോലെയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിലെ ചില ആക്ടേഴ്സ് അപ്പോഴായിരിക്കുമല്ലോ തന്നെ. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും സാക്ഷ്യം പറയും. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടി പൊളിച്ചിട്ടുണ്ടാവും. നല്ല ചിലത് വളരെ നമ്മൾ പ്ലാൻ ചെയ്താലും മുകളിൽ പോകും അല്ല, അങ്ങനെ ചില സജഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും. അല്ല സജഷന് എടുക്കണമെങ്കിൽ അത് വർക്കായ മാത്രമല്ല എന്നാൽ അത് ചെയ്യാമെന്ന് തീരുമാനിക്കുള്ളൂ. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് അറിയാം, നമുക്ക് റൈറ്റർ ഡയറക്ടർ എല്ലാം കൂടി നമ്മളൊരു ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിലിട്ട് അധികം പണിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. രസച്ചരടല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ പോയിക്കുന്ന ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാധനം പ്ലാൻ ചെയ്ത് മാറ്റുക. ചിലതിനത് ഗുണം ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ശ്രദ്ധിക്കുക അങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുക. ഒരെണ്ണം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വലിയ പണി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെയുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ഇപ്പം ശരിക്കും അതിൻ്റെ ആളാണ് നമ്മളാണ് വേണ്ട പൊളിക്കണ്ട അപ്പം ഇംപ്രൂവൈസേഷൻ വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഇംപ്രൂവൈസേഷൻ ഉണ്ട് സ്പോട്ടിൽ. സ്റ്റേജിൽ നിന്ന് വന്ന ഒരു ഇതായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. അതെ സ്പോട്ടിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളാദ്യം അതിനകത്ത്
ഇവർ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന സീനുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന സീനിൽ ടൈമിംഗ് ഇല്ലാത്തവരെന്ന് പറഞ്ഞു. അത് ആദ്യം പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റുള്ള സ്ഥലത്തു നിന്നല്ല ഒരു വേറെ ചെന്നിട്ട് അപ്പോൾ നമുക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെയുള്ള അതിന് കണ്ടുവച്ചിരുന്ന ലൊക്കേഷനും വേറൊരു സ്ഥലമായിരുന്നു. വേറെ കുറച്ച് ആഴമുള്ള, അതായത് റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആഴമുള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക, ഒഴുകി പോകുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുജിത്താണ് പറഞ്ഞത് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലോ. വലിയ ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു അങ്ങനെ റിസ്ക് എടുത്തതേ ഇദ്ദേഹമൊക്കെ കയറി ഇത്ര ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് 2 കൂടി എടുത്ത് അത് സിംഗിൾ ഷോട്ടിലാണ് അത് ചെയ്തേക്കുന്നത്. അവർ ബൈക്കിന് വന്നത് തൊട്ട്, കാരണം ഡ്യൂപ്പല്ല ചാടിയെന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു. ഇവിടെ വന്ന് ഇവർ ബൈക്കിന് വന്ന് ഇറങ്ങി, അവിടുന്ന് ഒരു ഷോട്ടിൽ ഇവൻ 2 കൂടി വന്ന് ബൈക്കിന് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി നേരെ പാലത്തിൻ്റെ മേളിൽ കയറി എടുത്ത് ജമ്പ് ചെയ്യണത് ഒറ്റ ഷോട്ടിലുണ്ട്. ഡ്യൂപ്പൊന്നുമില്ല. ഇതിനൊക്കെ എവിടുന്ന് ഡ്യൂപ്പിട്ട് എത്ര ചെറിയ ഡ്യൂപ്പിനെ കിട്ടുന്ന എവിടെ നിന്നാണ്? അപമാനിച്ച് മതിയായെങ്കിൽ ഞാൻ പൊക്കോട്ടെ.